No flame, no
पापों से शुद्ध किया, मेरे आंसुओं को पोंछ कर सारे दुख दूर किया। गाऊंगा मैं तेरे गीत, हे यीशु तू है महान, तेरा ही नाम मेरे मसीह लेता कुछ सुबह और शाम। May the name of the Lord be glorified. വീണ്ടും തിരുവചനമായി നിങ്ങളുടെ മുമ്പാകെ നിൽപ്പാൻ ദൈവനെ ബലപ്പെടുത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I want to thank God for giving me this opportunity to stand in your midst again with His word. അസൂയ എന്ന പദം അറിയാത്തവരും ഒപ്പം അതില്ലാത്തവരും വളരെ ചുരുക്കം. Jealousy is something that we are all very familiar with, and it is also something that is there in all of us. അസൂയ അഥവാ ഇംഗ്ലീഷിൽ ജലസി Jealousy. എന്ന പദം കഴിഞ്ഞ കുറേ നാളുകളായി എന്നെ ചിന്തിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു വിഷയമാണ്. And this is a topic that has been in my mind for some time now. മറ്റുള്ളവരോട് അസൂയ തോന്നാത്ത ആരും തന്നെ ഇവിടെ ഇരിക്കുന്നില്ല എന്നാണ് എൻ്റെ വിശ്വാസം. And I believe that there is not a single person sitting here who does not have some sort of jealousy for something in their heart this morning. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ അല്പം കൂടിയും കുറഞ്ഞും ഇരിക്കുമെങ്കിലും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ നമ്മിൽ അസൂയ കടന്നു വരുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാറുണ്ട്. There are opportunities in our life where this jealousy comes in our heart. The measure of this jealousy may differ from person to person, but it is an undeniable fact that it is there in all of us. അങ്ങനെ ഒരിക്കലും തോന്നാത്തവരെ ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. കർത്താവ് അവരെ കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. And if there is anyone in this hall today who does not have that in their heart, I praise God for that and pray that God may give you more grace. ഈ പദത്തോടുള്ള ബന്ധത്തിൽ ഒരു ചെറിയ റിസർച്ച് നടത്തി സെർച്ച് ചെയ്തതിൽ എനിക്ക് കിട്ടിയ ചില ചിന്തകൾ എന്നെ വളരെ ആശങ്ക ഉളവാക്കുന്നവയായിരുന്നു. And when this thought was in my mind, I did some study and some research, and I want to share what I was able to study with you this morning. 6-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യഘട്ടത്തിൽ ജീവിച്ചിരുന്ന പോപ്പ് ഗ്രിഗറി എന്ന ആൾ മാരകമായ 7 പാപങ്ങളെക്കുറിച്ച് എഴുതിയ കുറിപ്പിൽ ഈ അസൂയ എന്ന പദം ഉൾപ്പെടുത്തിയിരുന്നു. In the 7 deadly sins listed by Pope Gregory, jealousy is one of them. ചുരുക്കത്തിൽ നമ്മൾ ഉളവാകുന്ന പലവിധ പാപപ്രവൃത്തികളുടെയും അടിസ്ഥാന കാരണം അസൂയയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. And we can also understand jealousy as a basis of lot of other attitude of sin in our lives. എന്നാൽ കഴിയാത്ത ഒരു കാര്യം മറ്റൊരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി ചെയ്യുന്നത് കാണുമ്പോൾ നമുക്ക് അല്പമായ ഒരു അസൂയ നമ്മുടെ മനസ്സിൽ കടന്നു വരാൻ സാധ്യതയുണ്ട്. For example, if another brother or sister is able to do something that we are not able to, we feel jealousy in our heart. അങ്ങനെ നാം അസൂയാലുക്കളാകാറില്ലേ? But we should not be having that sort of jealousy in our hearts. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ എനിക്കുള്ള ടാലൻറ്റ് മറ്റൊരു സഹോദരനുണ്ട്, അദ്ദേഹം അത് എന്നേക്കാൾ കുറേ കൂടെ ഭംഗിയായി ചെയ്യുന്നു എന്ന് കാണുമ്പോൾ എനിക്ക് അറിയാതെ ഒരു അസൂയ കടന്നു വരാൻ സാധ്യതയില്ലേ? And maybe there's another brother or sister who is able to use the same talent that I have in a better and more effective way, and that leads to jealousy in our heart. ഇത്തരത്തിലുള്ള പലവിധ സന്ദർഭങ്ങളിൽ നാം ഓരോരുത്തരും കടന്നു പോയിട്ടുണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. There is no doubt that each one of us sitting here has gone through such a situation in our life. എന്നാൽ ഈ അസൂയ എന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് വലിയ ഒരു ഭിന്ന സൃഷ്ടിക്കുന്ന ഒന്നാണ് എന്ന് നാം പലപ്പോഴും മനസ്സിലാക്കാറില്ല എന്നുള്ളതാണ് സത്യം. നമ്മുടെ ജീവിതത്തിലോട്ട് ഈ അസൂയ എന്ന വിഷയം നമ്മുടെ മനസ്സിൽ കടന്നു വരുമ്പോൾ അത് യാതൊരു വിധത്തിലൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന അല്ല എന്ന് നാം സ്വയം ചിന്തിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. Sometimes we lead ourselves to think that even if we have jealousy in our heart, it's not going to bring any trouble in our life. എന്നാൽ അങ്ങനെയല്ല അത്. But that's not so. അത് വളരെ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. But we can understand that it will lead to a lot of other troubles. അസൂയ മറ്റൊരാളുടെ ഉന്നം അതായത് ഉയർച്ച, പദവി, ആളുടെ കഴിവുകൾ അതൊക്കെ കാണുമ്പോൾ പലപ്പോഴും നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ അസൂയ കടന്നു വരുവാൻ സാധ്യതയുണ്ട്. Some other things that can lead to jealousy in our hearts is when we see other brother or sister who is at a higher position than us
who is more talented or more able than us can lead to jealousy. ഇതൊരു പക്ഷേ സ്വാഭാവികമായി കടന്നു വരുന്ന ഒന്നാണെന്ന് നാം ഒരുപക്ഷെ ചിന്തിച്ചേക്കാം. Maybe we'll think that this is only very natural for one to have that sort of a feeling when we see these things in other people. അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് തെറ്റി എന്നാണ് പറയാൻ കഴിയും. But if you think so, let me say that it is a wrong thought. അത് സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണെങ്കിൽ തന്നെയും അതിൽ ഒളിഞ്ഞിരിക്കുന്ന വലിയൊരു അപകടം ഉണ്ട് എന്നുള്ളത് നാം പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. But even though it may come naturally to us, but there is a bigger, a much larger trouble that underlies it. നാം മനസ്സിലാക്കുന്നത് അന്യൻ്റെ ഉയർച്ച എൻ്റെ ദൗർഭാഗ്യം എന്ന ഒരു ചിന്ത നമ്മിൽ കടന്നു വരുമ്പോഴാണ് പലപ്പോഴും ഈ അസൂയ നമ്മിൽ ഉളവാറുള്ളത്. When we think that someone else's gain is our loss, that is what leads to such jealousy in our heart. അതെ, ആ അസൂയ നമ്മുടെ ഉള്ളിൽ കിടന്നുകൊണ്ട് പിന്നീട് അത് ആളിക്കത്തുകയും ഒരു പ്രത്യേക നിമിഷത്തിൽ ചിലപ്പോൾ അത് അതിക്രൂരമായി തന്നെ നാം മറ്റുള്ളവരെ പ്രകടിപ്പിക്കുന്നുള്ള അവസരങ്ങളും ഉണ്ടാകാൻ സാധിക്കും. It will start as a small spark, but be sure that it will soon be a large fire, and that will be the reason why we would be opposed or say things that we wouldn't otherwise say to others. ചുരുക്കത്തിൽ ഈ പോപ്പ് ഗ്രിഗറി എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് വളരെ വാസ്തവമാണ്. എത്രയോ വലിയ മാരകമായ ഒരു പാപം ആണ് അത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Pope Gregory really mentioned it well when he included jealousy as one of the 7 deadly sins. തിരുവചനത്തിൽ ഇതോടുള്ള ബന്ധത്തിൽ നിരവധി ആളുകളുടെ ജീവചരിത്രങ്ങൾ അനുഭവങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി കിട്ടിയിട്ടുണ്ട്. In the scripture we see many examples from the lives of people mentioned in the scripture where we can see jealousy, how it was reason for the downfall. അത് നാം ആദ്യം കാണുന്നത് കയീന്റെയും ഹാബേലിന്റെയും ജീവിതത്തോടുള്ള ബന്ധത്തിലാണ്. And the first we will look into the life of Cain and Abel. ഇന്ന് അവരുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങൾ ചിന്തിപ്പാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. And today morning I want to meditate on some things from the life of Cain and Abel. എന്നാൽ അതിനു മുമ്പ് അസൂയയോടുള്ള ബന്ധത്തിൽ തിരുവചനത്തിൽ രേഖപ്പെടുത്തി കിട്ടിയ ചില കാര്യങ്ങൾ കൂടി ഒന്ന് ഓർപ്പിച്ചു പോകുന്നത് നന്നായിരിക്കുമെന്ന് തോന്നിയതിനാൽ അതുകൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. But before that we will look into scripture, what the scripture has to speak to us in context of this sin of jealousy. കയീന് ശേഷം നാം തിരുവചനത്തിൽ വായിക്കുന്ന ഇസ്ഹാക്കിനോടുള്ള ബന്ധത്തിലാണ്. From after Cain we read about Isaac. ഇസ്ഹാക്കിന് ധാരാളം മൃഗസമ്പത്തും ദാസിദാസന്മാരും ഉള്ളത് മൂലം ഫെലിസ്ത്യർക്ക് അവനോട് അസൂയ തോന്നി എന്ന് ഉൽപ്പത്തി പുസ്തകം 26:14 വാക്യത്തിൽ നാം വായിക്കുന്നു. Because Isaac was prosperous, Philistines were jealous of him. We read this in Genesis chapter 26 verse 14. മക്കളെ പ്രസവിക്കാൻ തനിക്ക് കഴിയില്ലെന്ന് മനസ്സിലാക്കിയ റാഹേൽ സഹോദരിയായ ലേയോട് അസൂയപ്പെടുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകം 30 വാക്യത്തിൽ നാം വായിക്കുന്നു. We read about Rachel who was jealous of Leah because she was barren, she was not able to bear child. സഹോദരന്മാരുടെ അസൂയ നിമിത്തം മിസ്രയീമിലേക്ക് അടിമയായി കടന്നു പോകേണ്ട വന്ന യോസഫിന്റെ ചരിത്രവും നാം തിരുവചനത്തിൽ വായിക്കുന്നു. We read about how the children of Jacob went into captivity in Israel because of the jealousy that Joseph's brother had towards him. പിതാവായ യാക്കോബ് യോസേഫിനെ മറ്റുള്ള മക്കളേക്കാൾ അധികമായി സ്നേഹിച്ചതിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു അസൂയ സഹോദരന്മാരിൽ ഉളവായതെന്ന് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 37:11 വാക്യത്തിൽ കാണാൻ കഴിയും. Genesis chapter 37:11 we read the reason for the jealousy of the brothers towards Joseph. It was because they thought that their father Jacob favored Joseph more than the other brothers. അതുപോലെ മോശയുടെ ശുശ്രൂഷകനായിരുന്ന യോശുവ, ബാല്യം മുതലേ തനിക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന യോശുവ മോശയോട് അസൂയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. We see that Joshua was Moses' servant, had jealousy towards Moses. അതെ, സംഖ്യാപുസ്തകം 11:28 വാക്യത്തിലാണ് നോക്കി. We read that in Numbers chapter 11 verse 28. അതുപോലെ തന്നെ പാളയത്തിൽ വെച്ച് ജനം മോശയോടും അഹരോനോടും അസൂയപ്പെട്ടു എന്ന് സങ്കീർത്തനം 106:16 വാക്യത്തിൽ നാം കാണുന്നു. And we read in Psalm 106:16. പാളയത്തിൽ വെച്ച് ജനം മോശയോട് അസൂയപ്പെട്ടു. So outside of the tent, the people of Israel felt jealous against Moses. ഇങ്ങനെ നിരവധി വ്യക്തികളുടെ ബന്ധത്തിൽ അസൂയ അവർക്ക് അവരുടെ ജീവിതത്തിൽ ഉണ്ടായതും അതിനനുസരിച്ചുള്ള മറ്റ് അനന്തരഫലങ്ങൾ ഉണ്ടായതുമായിട്ട് വളരെ വ്യക്തമായി തിരുവചനം നമുക്ക് രേഖപ്പെടുത്തുന്നു. The scripture is very clear in these examples how the jealousy on part of those people led to their downfall. രാജ്യങ്ങളും ഗോത്രങ്ങളും തമ്മിൽ അസൂയ മൂലം യുദ്ധങ്ങളും മറ്റും ഉണ്ടായതായിട്ട് We read that jealousy was the basis of a lot of wars that happened between nations and tribes. ചുരുക്കത്തിൽ അസൂയ എന്ന് പറയുന്ന അതിപുരാതന കാലം മുതൽ തന്നെ ഉണ്ടായിരുന്ന ഒന്നാണെന്ന് നമുക്ക് തിരുവചനത്തിലൂടെ We read that jealousy has been there from the beginning in the history of man.
ഇതെല്ലാം നമ്മുടെ നമുക്കൊരു മുന്നറിയിപ്പായി തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി തന്നിരിക്കുന്നതാണ്. നാം അവിടെ വളരെ അലർട്ടുള്ളവരായി ഇരിക്കണം എന്നാണ് അതുകൊണ്ട് നമുക്ക്. And therefore the Holy Spirit has given these examples as warning for us in the scripture, and therefore we should be very alert towards this. അസൂയ മൂലം ലോകത്തിൽ ആദ്യമായി സംഭവിച്ച കൊലപാതകത്തെക്കുറിച്ചാണ് നമുക്ക് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. And we read in Genesis chapter 4 verse 1 to 26 the whole of the chapter of how the jealousy, how it led to the first murder. അവിടെ നാം വായിക്കുന്നത് 1 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. We'll read from chapter 4 verse 1 to 22. Please read. Genesis chapter 4 verses 1 to 22. Now Adam knew Eve his wife, and she conceived and bore Cain, and said, I have acquired a man from the Lord. Then she bore again, this time his brother Abel. Now Abel was a keeper of the sheep, but Cain was a tiller of the ground. And in the process of time it came to pass that Cain brought an offering of the fruit of the ground to the Lord. Abel also brought the firstborn of his flock and their fat. And Lord respected Abel and his offering. But he did not respect Cain and his offering. And Cain was very angry, and his countenance fell. So the Lord said to Cain, why are you angry, and why has your countenance fallen? If you do well, will you not be accepted? And if you do not do well, sin lies at the door, and its desire is for you, but you should rule over it. Now Cain talked with Abel his brother, and it came to pass, when they were in the field, that Cain rose up against Abel his brother and killed him. Then Lord said to Cain, where is Abel your brother? He said, I do not know, am I my brother's keeper? And he said, what have you done? The voice of your brother's blood cries out to me from the ground. So now you are cursed from the earth, which has opened its mouth to receive your brother's blood from your hand. When you till the ground, it shall no longer yield its strength to you. A fugitive and a vagabond you shall be on the earth. And Cain said to the Lord, my punishment is greater than I can bear. Surely you have driven me out this day from the face of the ground. I shall be hidden from your face. I shall be a fugitive and a vagabond on the earth. And it will happen that anyone who finds me will kill me. And the Lord said to him, therefore whoever kills Cain, vengeance shall be taken on him sevenfold. And the Lord set a mark on Cain, lest anyone finding him should kill him. Then Cain went out from the presence of the Lord and dwelt in the land of Nod on the east of Eden. And Cain knew his wife, and she conceived and bore Enoch. And he built a city and called the name of the city after the name of his son Enoch. To Enoch was born Irad, and to Irad got Mehujael, and Mehujael begot Methushael, and Methushael begot Lamech. Then Lamech took for himself 2 wives. The name of one was Ada, and the name of the second was Zillah. And Ada bore Jabal. He was the father of those who dwell in the tents and have livestock. His brother's name was Jubal. He was the father of all those who play harp and flute. And as for Zillah, she also bore Tubal-Cain, an instructor of every craftsman in bronze and iron, and the sister of Tubal-Cain was Naamah. നാം ഈ വായിച്ച ഭാഗത്ത് നമുക്ക് പ്രധാനമായും കാണുവാൻ കഴിയുന്ന 2 സഹോദരന്മാർ ദൈവസന്നിധിയിൽ ചെന്ന് യാഗം കഴിക്കുന്നു, ആരാധന കഴിക്കുന്നതായിട്ടാണ്. And in this portion we see the picture of 2 brothers coming with their sacrifices in the presence of the Lord. ഒരുവന്റെ ആരാധന ദൈവം സ്വീകരിക്കുകയും മറ്റവന്റെ ആരാധന ദൈവം തിരസ്കരിക്കുകയും ചെയ്തതായിട്ടാണ് നമുക്ക് ഈ ഭാഗത്ത് നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. And we read very clearly how God accepted the sacrifice of one brother but rejected the sacrifice of the other. അതിൽ കോപാകുലനായി കയീൻ തൻ്റെ സഹോദരനെ പിന്നീട് കൊല ചെയ്യുന്നതായിട്ടും നമുക്ക് ആ ഭാഗത്ത് മനസ്സിലാക്കാൻ കഴിയും. And we see how this led to Cain murdering his own brother Abel. ഇവിടെയും പ്രധാനമായി സംഭവിച്ചത് അസൂയ മൂലം ഉടലെടുത്ത ഒരു പ്രത്യാഘാതം ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. We can understand that the basic feeling that led Cain to kill his brother was his jealousy toward him. അസൂയ എന്ന പദം അവിടെ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ തന്നെയും അത് തീർച്ചയായും അത് അസൂയയോടുള്ള ബന്ധത്തിൽ പിന്നീട് തനിക്ക് കോപം ഉണ്ടായി താൻ അത് ചെയ്തതാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. Although the word jealousy is not used as a reason for his anger, but we can understand that it must have been jealousy that drove him to an anger such that he killed his brother. എന്താണ് ഈ കൊലയ്ക്ക് കാരണമെന്ന് നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന അസൂയ കൊണ്ട് ഉണ്ടായ ഒരു കാര്യമാണ്. If you ask this question to yourself, why did Cain get angry? You would understand that it was because of his jealousy. വ്യക്തമായി അവിടെ പറയുന്നില്ല എങ്കിലും തീർച്ചയായും അങ്ങനെ തന്നെ ആകാനാണ് സാധ്യത. Although the word is not used here, but it is very clear in the context that it was his jealousy towards his brother Abel. മറ്റൊരു വിധത്തിൽ ചിന്തിച്ചാൽ ഈ നടന്ന കൊലപാതകം ഒരു മതത്തോടുള്ള ബന്ധത്തിൽ നടന്ന അല്ലെങ്കിൽ ആരാധനയോടുള്ള ബന്ധത്തിൽ നടന്ന ഒരു സംഭവമായിട്ട് നമുക്ക് കാണാൻ കഴിയും.
And in other sense, if you see, this incident that happened, it was something that happened in the context of worship. ഇതിൻ്റെ അടിസ്ഥാന കാരണം മതമാണ് എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. I think that it would not be unfair if we say that this has got something to do with worship. മതത്തിൻ്റെ അല്ലെങ്കിൽ ആരാധനയുടെ പേരിൽ നിന്ന് നിരവധി കൊലപാതകങ്ങൾ നമ്മുടെ രാജ്യത്തും മറ്റനേക രാജ്യങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് പത്രമാധ്യമങ്ങളിൽ കൂടിയും ഒക്കെ അറിയാവുന്നതാണ്. And you can see that even today that people are killing one another in the name of religion. അതെ, പുരാതന കാലത്ത് നടന്ന അതേ സംഭവം ഈ 21ാം നൂറ്റാണ്ടിലും തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. But you can understand that what used to happen in the olden times is the same thing that is happening even today. ഇവിടെ നോക്കിയാൽ ഒരുതരം മത്സരവും പകയുമാണ് കാണുവാൻ കഴിയുന്നത്. പരസ്പര സ്നേഹം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ആയിരിക്കുന്നത്. We see there is some sort of unhealthy competition between Cain and Abel, and there is a loss of love between them. വിശ്വാസ കോളത്തിലും ഇത്തരത്തിലുള്ള അസൂയ, പക, പിണക്കം തുടങ്ങിയവയും അവിടെ കാണുവാൻ കഴിയുന്നു എന്നുള്ളതും ഒരു സത്യമത്രേ. And it is also true that even amongst us, this is something that happens between brothers and sisters. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ സഭയായി സംഘടിപ്പിച്ച പ്രത്യേക കുടിവരവിൽ പ്രിയ സഹോദരൻ നമ്മെ ഓർപ്പിച്ച കാര്യങ്ങൾ വളരെ ഉച്ചസ്ഥിരം താനത് ഇവിടെ പറയുകയുണ്ടായി. In the last week when we had the special meeting, when our brother was in our midst, he brought about those thoughts very clearly to us. സമാധാനപരമായി സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നതിന് ആവശ്യമായ നിരവധി പ്രായോഗിക വശങ്ങൾ അദ്ദേഹം തിരുവചനത്തിലൂടെ ഉച്ചസ്ഥിരം നമ്മോട് പ്രഘോഷിക്കുകയുണ്ട്. And from the scripture he taught us very clearly how we ought as a local church to be united in one mind without any division amongst us. തീർച്ചയായും ആ ചിന്തകൾ നമ്മിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കും അല്ലെങ്കിൽ ഉണ്ടാക്കണം എന്നുള്ളതിന് യാതൊരു സംശയമില്ല. And there is no doubt that the word that we heard ought to make changes and in our midst, in our hearts, in our lives. തീർച്ചയായും ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. And I believe that those changes will happen. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May God help us in that regard. വിശ്വാസ ജീവിതത്തിലേക്ക് പ്രവേശിച്ച നീണ്ട ചരിത്രങ്ങൾ അല്ലെങ്കിൽ പാരമ്പര്യം പറയുവാൻ നമുക്ക് ധാരാളമുണ്ട്. We have a lot of things to talk about our tradition, our heritage in terms of our faith life. നാം അത് പലപ്പോഴും പറയുന്നവരുമാണ്. And sometimes we even say that. പക്ഷേ ദുഃഖം എന്ന് പറയുന്നത് ഇപ്പോഴും നാം ആ ബാലപാഠങ്ങളിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന ഒരു അവസ്ഥയല്ലേ എന്ന് നാം ഉറക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. But it is sad to also remember that we are still in that stage of immaturity as babies. അസൂയയിൽ നിന്ന് ഉടലെടുക്കുന്ന മറ്റൊരു കാര്യം അത്രേ പരദൂഷണം പറഞ്ഞു നടക്കുക എന്നുള്ളത്. And another thing that happens as part of jealousy is that we speak bad things about others. Gossip about others. ഒരു സഹോദരനെ കുറിച്ച് മറ്റൊരു സഹോദരൻ ഇല്ലാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്ന ഒരു അവസ്ഥ. That we talk amongst ourselves about a third person who is not there and things that are not true. We gossip. ഒരു സഹോദരനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു സഹോദരിയെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പരത്തി നടക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ ഉദ്ദേശിച്ചത്. What I meant was that a situation where two brothers talk about a third brother, two sisters talk about a third sister, about things that are not true. ഒരു വിധത്തിൽ ചിന്തിച്ചാൽ ഇതും തീർച്ചയായും അസൂയയുടെ പിന്നിൽ നിന്നും ഉടലെടുക്കുന്ന ഒരു കാര്യമാണ് എന്ന് അതിൻ്റെ മറ്റൊരു പര്യായമാണ് എന്ന് പറയുന്നതിൽ യാതൊരു സംശയമില്ല. And there is no doubt that the underlying attitude that leads to this kind of gossip is jealousy. പ്രിയപ്പെട്ടവരെ, നമുക്കൊരു വലിയ മാറ്റം അനിവാര്യമായി തീർന്നിരിക്കുകയാണ്. Therefore, my brothers and sisters, it is very important for us to have a change in this context. കർത്താവ് സഹായിക്കട്ടെ. May God help us. വചനം കേൾക്കുന്നവരും അതുപോലെ വചനം പറയുന്നവരും ഒരുപോലെ സ്വജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ കടപ്പെട്ടിരിക്കുന്നു. And we are all indebted, both those who are preaching from the word and those who are hearing from the word, to evaluate their own lives in the context of what we are hearing. ഇവിടെയും കർത്താവ് നമ്മെ സഹായിക്കട്ടെ. May God help us all in this context. നമ്മുടെ കൊച്ചു കേരളത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒരു കാര്യം, if we look back into our own state of Kerala, ആരാധനയുടെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ട് സഭാവിഭാഗങ്ങൾ നമ്മൾ ഒരു സഭാവിഭാഗം തന്നെ അതിൽ ചേരി തിരിഞ്ഞ് അവർ വർഷങ്ങളായി തന്നെ ഒരു ആരാധനകളുടെ ബന്ധത്തിൽ വലിയ വഴക്കും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. We see about an assembly in some dispute regarding the worship, they have now split and have become two. അതിപ്പോഴും അതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല എന്ന് നമുക്ക് വിഷ്വൽ മീഡിയയിലൂടെയും മറ്റും മനസ്സിലാക്കാൻ. And we can understand that even after so many years, there has been there's no common ground for them to come back together. ക്രൈസ്തവരെന്ന് അഭിമാനിക്കുന്നവരിൽ പോലും പരസ്പരം വിദ്വേഷത്തിലും പകയിലും പോകുന്നു എന്ന് കാണിക്കുന്ന ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. Just an example where both the groups call themselves as children of God, but on this based on some of these dispute, they have split and become two. ഓർത്തതുപോലെ മതത്തിന്റെ പേരിൽ നിരവധി ഇടങ്ങളിൽ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. As we were remembering, on the name of religion,
there are a lot of murders that are happening. കഴിഞ്ഞ ദിവസം മതത്തിൻ്റെ പേരിൽ ഛത്തീസ്ഗഡിലെ ബസ്തർ ഡിസ്ട്രിക്റ്റിലെ ജഗദൽപൂർ എന്ന സ്ഥലത്ത് ഒരു ക്രൈസ്തവ വനിതയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയതായിട്ട് നാം പത്രങ്ങളിലും ന്യൂസിലൂടെയൊക്കെ അറിയുകയുണ്ടായി. And if you read that news in the district of Bastar in Chhattisgarh, there was one sister, a very poor sister, who was literally hacked to death on account of her belief. ആദ്യ നൂറ്റാണ്ടിൽ നടന്ന കൊലപാതകങ്ങൾ ഈ നൂറ്റാണ്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഉദാഹരണം മാത്രം ഞാൻ സൂചിപ്പിച്ചു എന്ന് മാത്രം. The reason I'm mentioning is that is an example of what happened between Cain and Abel is what is happening even today. ഓർത്തോൽ ഇന്ന് നടക്കുന്ന കൊലപാതകങ്ങൾ ഒരു നല്ല പങ്കും മതത്തിൻ്റെ അല്ലെങ്കിൽ ആരാധനയുടെ പേരിൽ നടക്കുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. And we can understand that a lot of these persecutions and murders that are happening are because of religion or worship. നമ്മുടെ രാജ്യത്ത് തന്നെ കഴിഞ്ഞ ചില വർഷങ്ങൾക്ക് മുമ്പ് ഗ്രഹാം സ്റ്റെയിൻസിനെയും തന്റെ മക്കളെയും കൊല ചെയ്ത ചരിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. And we all know the history when few years back Graham Staines and his sons were burnt to death. എന്നാൽ പലപ്പോഴും ഇത്തരം കൊലപാതകങ്ങൾ നടത്തുന്നവർ രക്ഷപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. But we see that many of these perpetrators of such crime go scot free. എന്നാൽ നാം കയ്യിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുകയാണെങ്കിലും പിന്നീട് കയ്യിൻ എന്താണ് സംഭവിച്ചതെന്ന് പലർക്കും ആകാംക്ഷയുള്ള ഒരു കാര്യമാണ്. But what happened to Cain is a matter that one should think about with a lot of fear. താനൊരു വലിയ കൊലപാതകം വലിയൊരു ക്രൂരമായ ഒരു നടപടി ചെയ്തു, അതിന് തനിക്ക് തക്കതായ ശിക്ഷ ലഭിച്ചോ? He did something very horrible, but did he get the punishment in accordance to the crime that he committed? ന്യായമായും ചിന്തിക്കും അദ്ദേഹത്തിന് വലിയൊരു വധശിക്ഷ തന്നെ അല്ലെങ്കിൽ ക്രൂരമായ തന്നെ ഒരു ശിക്ഷ ലഭിച്ചു കാണുമെന്നാണ് നമ്മുടെ ഓരോരുത്തരുടെയും ചിന്ത. Maybe we'll think that he would have got a punishment in equal to the crime that he had committed. എന്നാൽ നാം ഈ വായിച്ച ഭാഗത്ത് നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കയ്യിന് അവിടെ നിന്ന് രക്ഷപ്പെടുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. But we see in this portion that he sort of escaped from that sort of a punishment. അതിൻ്റെ 4-ാം അധ്യായത്തിന് 16-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു, കയ്യിൻ ദൈവസന്നിധി വിട്ട് നോദ് എന്ന ദേശത്ത് പോയി പാർത്തു എന്നാണ്. In verse 16 we read that Cain went out from the presence of the Lord and dwelt in the land of Nod on the east of അത് നാം ഉദ്ദേശിച്ചതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. There's a very peculiar thing that happened following that murder in his life. ശപിക്കപ്പെട്ട ഒരു മനുഷ്യനായി പിൽക്കാലത്ത് തീരേണ്ട കയ്യിൻ ഇവിടെ നോക്കുമ്പോൾ വലിയൊരു സമ്പന്നനായി കഴിയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാം. You might think that he should have been given a punishment that should have been the end of his life because of the kind of crime he committed, but we see that he was able to go and dwell and prosper in this land of Nod. അത് വ്യക്തമായി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന താൻ അവിടെ ഒരു വലിയ പട്ടണം പണിതു എന്നാണ് കാണുവാൻ കഴിയുന്നത്. And we see later that he built a city. കൂടാതെ തൻ്റെ കുടുംബത്തിലുള്ളവർക്ക് വലിയ നേട്ടങ്ങൾ സംഭവിച്ചതായിട്ടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. And we see that his generations after him were able to achieve a lot of things. കയ്യിൽ എന്ന വാക്കിന്റെ അർത്ഥം എന്നുള്ളത് നേടൽ, നേടിയ, സമ്പത്ത് തുടങ്ങിയവയാണ്. Gain, acquired wealth. The meaning of his name Cain means gain or acquired. ആ പേരിന് അന്വർത്ഥമായി തന്നെ തൻ്റെ ജീവിതം പിന്നീട് മാറി എന്നാണ് നമുക്ക് തൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കാൻ കഴിയും. And according to the meaning of his name we see what happened to him later on. അത് ഓർത്തതുപോലെ നല്ലൊരു പട്ടണം താൻ പണിതു. You say that he built a city and named it. മാത്രം സൗകര്യങ്ങളുള്ള ഒരു പട്ടണമായി ഇരുന്നു എന്ന് വ്യക്തതയില്ല എങ്കിൽ തന്നെയും ന്യായമായും നമുക്ക് ചിന്തിക്കുവാൻ കഴിയും നല്ല രീതിയിലുള്ള ഒരു സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു പട്ടണമായിരിക്കും എന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം. While it does not mention much about the city, but we can understand and imagine that it would have been a good city. തീർച്ചയായിട്ടും തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം ഒരു വലിയ നേട്ടം തന്നെയാണ് എന്ന് തൻ്റെ ജീവിതത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. And we see that his life later was a life of achievement. He was able to achieve a lot of things. നമുക്ക് മനസ്സിലാക്കാൻ കഴിയും താൻ മാത്രമല്ല തൻ്റെ മക്കളും കൊച്ചുമക്കളും തൻ്റെ ചാർച്ചപ്പെട്ടവരെല്ലാം ഉന്നത പദവിയിലേക്ക് ഉയർന്ന ഒരു സംഭവമാണ് തൻ്റെ ജീവിതത്തിൽ. And we see that not him but his children, his grandchildren and their families were able to do and achieve a lot of things. അതിൽ ഒരാളത്ര ജാബൽ എന്ന ആൾ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് മൃഗപരിപാലനം നടത്തി മൃഗസമ്പത്തോടുകൂടി ജീവിച്ച ഒരു മനുഷ്യൻ. And we see in verse 20 about Jabal who was the father of those who dwell in tents and have livestock. അന്നത്തെ കാലത്ത് മൃഗസംരക്ഷണം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു ആളിന്റെ സാമ്പത്തികം കണക്കാക്കിയിരുന്നത്. In those days the prosperity of someone was measured in the amount of livestock that he owned. നമുക്ക് അറിയാം ജോബിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ജോബ് വലിയ ധനവാനായിരുന്നു എന്നും തനിക്ക് അനവധി മൃഗസമ്പത്തുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതും. When we read about Job, we read about that he was a very prosperous man and that was reflected in the things, especially in the livestock that he owned. അതെ,
അതുപോലെ ഈ കയീൻ്റെ കുടുംബത്തിലുള്ളവർക്കും ധാരാളം ധനസമ്പത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. And what you can understand that even Jabal, who was Cain's descendant, had lot of livestock. തന്നെയുമല്ല തൻ്റെ കുടുംബത്തിലുള്ളവർക്ക് മറ്റു പല കാര്യങ്ങളും പ്രാവീണ്യം നേടിയവരായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയും. And we see others in his descendants who were able to achieve lot of other things. അവരുടെ ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കണം, അവരുടെ കുടുംബത്തിൽ സംഗീതം, കല, അങ്ങനെ പലവിധ പുതിയ പുതിയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനും അവരെ ദൈവം ഉപയോഗിച്ചു എന്ന് നമുക്ക് കാണാൻ കഴിയും. And we see that God used them to invent and things such as harp, flute in the field of art. And not just that, also implements such as be able to make casts in bronze and iron. നാം ഒരിക്കലും കയ്യിനോടുള്ള ബന്ധത്തിൽ ഇങ്ങനെ ഉണ്ടാകുമെന്ന് ചിന്തിച്ച് കാണുകയില്ല. But if we go back and see the kind of deed that he did, he would have never imagined that such a thing would follow him or his descendants. സ്വന്തം സഹോദരനെ കൊല ചെയ്ത ഒരാൾക്ക് ഇത്രയുള്ള ആസ്തിയും സമ്പത്തും നേട്ടങ്ങളും എല്ലാം വരുമെന്ന് നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുകയില്ല. We would have never been able to think that someone who killed his own brother would end up having such a heritage. അത് നമ്മെ സംബന്ധിച്ചിടത്തോളം ആശ്ചര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. This is something that is very surprising for us. ഒരുപക്ഷെ കയീൻ തന്റെ കുറ്റം മറയ്ക്കുവാൻ ദൈവത്തോട് ഒരു മത്സരം നടത്തിയതായിട്ട് 13-14 വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ കഴിയും. You see in verse 13 and 14 that he tried to diminish the crime that he had committed and tried to argue with the Lord in that regard. ദൈവത്തോട് തർക്കോത്തരം നടത്തുവാൻ അവൻ ശ്രമിച്ചെങ്കിലും അവനോട് പരാജയപ്പെടുന്നതായിട്ടും പിന്നീട് താൻ ഒരു പശ്ചാത്താപ മനസ്സോടുകൂടി ദൈവത്തോട് അപേക്ഷിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് 13-14 വാക്യം വായിക്കും. And verse 13 and 14 we'll read again. And Cain said to the Lord, my punishment is greater than I can bear. Surely you have driven me out this day from the face of the ground. I shall be hidden from your face. I shall be a fugitive and a vagabond on earth. And it will happen that anyone who finds me will kill me. 13 വാക്യം, കയ്യൻ യഹോവയോട് എൻ്റെ കുറ്റം പൊറുപ്പാൻ കഴിയുന്നതിനേക്കാൾ വലിയതാണ്. അവിടെ തനിക്കൊരു മനസ്സിന് മാറ്റം വന്നതായിട്ടാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. And in verse 13 we can see some sort of a change in his heart when he cries out to the Lord and says, my punishment is greater than I can bear. അതുമൂലമായിരിക്കാം ദൈവം അവനെ കാണുമ്പോൾ മറ്റുള്ളവർ കൊല്ലും എന്ന് താൻ അപേക്ഷിച്ചപ്പോൾ അതിനൊരു പരിഹാരമായി ദൈവം അവന് ഒരു മാർഗം കൊടുക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണാൻ കഴിയും. And when he pleaded to the Lord that anyone who finds him would kill him, then the Lord gives a way out for him in this മനമാറ്റം മൂലം ദൈവത്തിന് അവനോട് മനസ്സിൽ ഉണ്ടായതാണെന്ന് നമുക്ക് ന്യായമായി ചിന്തിക്കാം. We can understand that God had mercy upon him when he cried out in this manner. ഈ സമയത്ത് തന്നെ ഹാബേലിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഒരു നിമിഷം ചിന്തിക്കാം. Let's look at in this context about his brother Abel. താൻ ചെറുപ്രായത്തിൽ തന്നെ യൗവന പ്രായത്തിൽ തന്നെ മരണപ്പെട്ടുവെങ്കിലും വലിയ നേട്ടങ്ങളൊന്നും തന്റെ ജീവിതത്തിൽ തനിക്ക് നേടുവാൻ കഴിഞ്ഞില്ല. His life was finished when he was very young, so he did not achieve much in his life. അതൊരു സ്വാഭാവിക മരണം കൂടി ആയിരുന്നില്ല എന്നും നമുക്ക് മനസ്സിലാക്കിയപ്പോൾ. And we can understand that it was not a natural death as well. സഹോദരന്റെ കൈയാൽ മരണപ്പെട്ട ഒരു വ്യക്തി. He was murdered at the hand of his own brother. തന്നെയുള്ള തന്റെ ജീവിതത്തിൽ താൻ പറഞ്ഞ ഒരു കാര്യം തന്നെ ഈ തിരുവചനത്തിൽ രേഖപ്പെടുത്തി കിട്ടിയിട്ടില്ല. We don't have any of his direct sayings in the scripture. എന്നാൽ മറിച്ച് തന്റെ മൂത്ത സഹോദരൻ പറഞ്ഞ കാര്യങ്ങൾ തിരുവചനത്തിൽ നമുക്ക് രേഖയായി കിട്ടിയിട്ടുണ്ട്. On the other hand, the one who murdered him, some of his direct sayings are quoted in the scripture. ഇപ്പോൾ വായിച്ച അദ്ദേഹത്തിന്റെ 6-15 വാക്യം വായിക്കുമ്പോൾ നമുക്കത് വ്യക്തമായി മനസ്സിലാക്കാൻ. And we can see this clearly when we read from verse 6 to verse 15. മാനുഷിക ദൃഷ്ടിയിൽ ഹാബേൽ ഒരു പരാജയമായിരുന്നുവെങ്കിലും ദൈവിക ദൃഷ്ടിയിൽ താൻ ഒരു വലിയ വിജയമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. While from a human perspective we may think of Abel as a failure, but in the eyes of God he led a very victorious life. നമുക്ക് തിരുവചനം മനസ്സിലാക്കാൻ കഴിയുന്ന എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ ഹാബേൽ ഇന്നും വിശ്വാസ സമൂഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക്. If we come to the book of Hebrews in chapter 11, we see him mentioned as one of the heroes of faith. 11 verse 4. Verse 4. By faith Abel offered to God a more excellent sacrifice than Cain, through which he obtained witness that he was righteous, God testifying of his gifts, and through it he, being dead, still speaks. കായിന്റെ വിജയകഥ അല്ലെങ്കിൽ തന്റെ നേട്ടങ്ങൾ ഒന്നും തന്നെ ആബേലിന്റെ ജീവിതത്തോട് ചേർത്ത് വെച്ച് ചിന്തിക്കുവാൻ നമുക്ക് കഴിയില്ല. You cannot compare the earthly achievements of Cain as the life against what Abel was able to achieve. പുതിയ നിയമത്തിൽ കയ്യിനോടുള്ള ബന്ധത്തിൽ കേവലം 3 പ്രാവശ്യം മാത്രമാണ് തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. In the New Testament we see the name of Cain being mentioned 3 times. അത് തന്നോടുള്ള ദോഷവശങ്ങൾ കാണിക്കുന്നതിന് മാത്രമായിട്ടാണ് അത് രേഖപ്പെടുത്തിയത്. In all the 3 times it is when it is used to mention his failure, his sin. എന്നാൽ മറിച്ച് വിശ്വാസി വീരന്മാരുടെ പ്രധാന പട്ടികയിലുള്ള പ്രഥമ സ്ഥാനത്ത് തന്നെ
ഹാബേലിനെ കാണുവാൻ കഴിയും. But we see Abel being mentioned right at the beginning among the heroes of faith. നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് പഴയ കാലത്തിൽ നിന്ന് ഇന്നത്തെ കാലത്തിനും വലിയ വ്യത്യാസമൊന്നും സംഭവിച്ചിട്ടില്ല. And there is no change in terms of how we measure what someone has achieved, either how it was in the older times and how is it now. ദൈവത്തെ കൂടാതെയുള്ള ഒരു ജീവിതത്തിലൂടെ നേട്ടങ്ങൾ കൊയ്യുന്ന നിരവധി പേരെ നമുക്ക് ഇന്ന് ഈ സമൂഹത്തിൽ കാണാൻ കഴിയും. We see many people among us who without God are achieving a lot of things in this life. ഒരു വിധത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നല്ല പങ്ക് ആളുകളും ദൈവത്തെ അറിയാത്തവർ ഉന്നത സ്ഥാനങ്ങളിലും വൻ കമ്പനികളുടെയും മറ്റു ഉടമകളായി ഇന്ന് കഴിയുകയാണ്. And if you look, many people who are at top authorities in the companies and in other places are people who do not know God. എന്നാൽ അവരാരും തന്നെ പിന്നീട് അറിയപ്പെടുന്നതായിട്ടോ അവർ നശിച്ചു പോകുന്ന ഒരവസ്ഥയിലാണ് എന്ന് നമുക്ക് തിരുവനന്തപുരത്ത് മനസ്സിലാക്കാൻ കഴിയും. But from the scripture we can understand that all their achievements are just worldly and there will be an end to it. ഒരു ന്യായവിധി വരുന്നു എന്ന് തിരുവചനം വളരെ വ്യക്തമായി പറയുന്നു. The scripture is very clear that there is a judgment that is coming. ഒരു വിധത്തിൽ നമുക്ക് ഇങ്ങനെ പറയാം, ചില വർഷങ്ങൾ കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ പറയുന്ന ഞാനോ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോ ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല. You can think that few years from now, me or those who are hearing me this morning will not be here on the earth. ഇന്നല്ലെങ്കിൽ നാളെ നാം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടേണ്ടവരാണ്. Today or tomorrow we are all destined to depart from this earth. അതെ, നമ്മുടെ ജഡശരീരം ഇവിടെ ഉപേക്ഷിച്ച് പോകേണ്ടവരാണ് എന്നുള്ള കാര്യം അല്പം കൈപ്പേറിയ അനുഭവമാണ് എങ്കിൽ തന്നെയും അത് ഒരു സത്യമാണ്. While it is a bitter truth, it is true that our bodies will all decay one day when we leave. നാം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളേണ്ട ഒരു സത്യം തന്നെയാണ്. And that is a truth that we all should understand in our hearts. നാം ഇവിടെ നിന്ന് കടന്നു പോകുന്നതിന് മുമ്പ് ഹാബേലിനെ പോലെയുള്ള ഒരു ജീവിതം നയിച്ച് നമുക്ക് മുമ്പോട്ട് പോകുവാൻ കഴിയുമോ? But the question we need to ask ourselves is, before we live in that manner, would we be able to live a life like the life of Abel? അങ്ങനെ പോകുന്നുവെങ്കിൽ വരും തലമുറയ്ക്ക് അതൊരു വലിയ ശ്രേഷ്ഠ കാര്യമായിരിക്കും, ദൈവത്തിനും അത് സന്തോഷമായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. And if we are able to lead that kind of a life, it will be an example to the generation that follow us, and it will be pleasing unto the Lord. കായിനെ പോലെ മൺമറഞ്ഞു പോകുന്ന ചില നേട്ടങ്ങളുടെ ഓർമ്മകളാണോ നാം അവശേഷിച്ച് പോകുന്നതെന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കാം. You can also ask this question: are our achievements like Cain, which is this worldly, and when he passed away, there is no mention or record of that after that? അതോ ഹാബേലിനെ പോലെ വ്യത്യാസ ഉളവാക്കുന്ന ഓർമ്മകൾ അവശേഷിപ്പിച്ചിട്ടാണോ നാം പോകുവാൻ ആഗ്രഹിക്കുന്നത്? Or would we leave after like Abel left as a righteous man? ഒരു നിമിഷം നമുക്ക് ചിന്തിക്കാം. May we ask for a moment this question to ourselves. നമ്മുടെ കാലശേഷം വരുന്ന തലമുറ ഇവിടെ ഇങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നു എന്ന് പറയുവാൻ, അവൻ ദൈവത്തിനും മനുഷ്യർക്കും കൊള്ളാവുന്നവനായി ജീവിച്ചു എന്ന് പറയുവാൻ നമ്മെക്കുറിച്ച് ഇടയാകട്ടെ. May God help us that the generations that follow us may speak about us that he or she led his life for God and for the. തീർച്ചയായും വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടി നാം നമ്മുടെ ജീവിതം ഈ ഭൂമിയിൽ കഴിക്കുന്നുവെങ്കിൽ അങ്ങനെ ഒരു ജീവിതം നമുക്ക് അവശേഷിപ്പിക്കാൻ തീർച്ചയായും കഴിയും എന്നുള്ളതിന് യാതൊരു സംശയവും. There is no doubt that if we lead our life just like righteously how Abel did, with a hope looking forward, God will help us to lead that kind of a life. അസൂയ എന്ന ഈ വാക്കിനുള്ള ബന്ധത്തിൽ ബൈബിൾ ഡിക്ഷണറിയിൽ നിന്നും ലഭിച്ച ചില പരാമർശങ്ങളും ചില വേദഭാഗങ്ങളും കൂടി ഓർപ്പിച്ച് കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും. Before I close, I'll mention some things that I came across in the context of definition of jealousy in Bible dictionary and some verses also. ഇത് വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമായതിനാലാണ് അത് പറയുവാൻ. And I think it will be useful and therefore I'm mentioning it. അസൂയ ബാധിച്ച ഒരു വ്യക്തിക്ക് തൻ്റെ ജീവിതത്തിൽ സുഖമോ സംതൃപ്തിയോ അനുഭവിക്കാൻ കഴിയില്ല. If someone is bound by jealousy, he will not have any sort of contentment in his life. അവരെപ്പോഴും പരകാര്യം അന്വേഷിച്ച് ഇങ്ങനെ ചിന്തിച്ച് നടക്കുന്നവരാണ്. They'll always be looking about the achievement of others in their lives. മാനസിക സംഘർഷത്തിന് ഇടയാക്കുന്ന ഒരു കാര്യമാണ് അസൂയ എന്നുള്ളത്. It is something that is of a mental conflict in our minds. പലപ്പോഴും പല രോഗങ്ങൾക്കും കാരണമായി തീരാറുണ്ട്. And this can physically lead us to have some physical sicknesses as well. സദൃശവാക്യം 14-30 വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു. What is സദൃശവാക്യം? Proverbs 14:30. Proverbs 14:30. A sound heart is the life of the flesh, but envy the rottenness of the bones. അതുപോലെ അന്യോന്യം പോരിന് വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് ദുരിതാഭിമാനികളാകരുത്. ഗലാത്യ ലേഖനം 5:26. In Galatians 5:26, let us not be desirous of vain glory, provoking one another, envying one another. ഈർഷ്യയും ശാഠ്യവുമുള്ളിടത്ത് കലക്കവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. യാക്കോബ് 3:16. James 3:16, for where envying and strife is,
there is confusion and every evil work. ചുരുക്കത്തിൽ അസൂയ മനുഷ്യനെ മനുഷ്യനിൽ നിന്നും ദൈവത്തിൽ നിന്നും അകറ്റുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം. In short, jealousy drives us away from the presence of God. ആകയാൽ സകല ദുഷ്ടതയും ചതിവും വ്യാജഭാവവും അസൂയയും നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ വചനമെന്ന മായമില്ലാത്ത പാൽ കുടിപ്പിൻ വാഞ്ചിപ്പിൻ. 1 പത്രോസ് 2:1-2 വാക്യം. 1 Peter chapter 2 verse 1 and 2, wherefore laying aside all malice and all guile and hypocrisies and envies and all evil speakings, as newborn babes desire the sincere milk of the word, then that ye may grow thereby. ഒരു വാക്യം കൂടി വായിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. Read one more verse before I close. 1 യോഹന്നാൻ 2:17 വാക്യം. 1 John chapter 2 verse 1. ലോകവും അതിൻ്റെ മോഹവും ഒഴിഞ്ഞു പോകും, ദൈവേഷ്ടം ചെയ്യുന്നവന് എന്നേക്കും നിലനിൽക്കും. And the world passeth away and the lust thereof, but he that doeth the will of God abideth forever. പ്രിയപ്പെട്ടവരെ, നാം തുടക്കത്തിൽ ഓർത്തപോലെ മറ്റുള്ളവരുടെ ജീവിത വിജയം അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ കണ്ട് നമുക്ക് അവരോട് അസൂയപ്പെടാതിരിക്കാം. As you mentioned earlier, let us not be jealous of the achievements of others. അവരുടെ ഉയർച്ചയിൽ നമുക്ക് അവർക്കൊപ്പം ചേർന്ന് അവരോട് സന്തോഷിക്കാം. ഇതൊരല്പം ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് എങ്കിൽ തന്നെയും നമുക്ക് തീർച്ചയായും കഴിയും എന്നുള്ളതിനും സംശയമില്ല. But let us rejoice with them in their achievements and in their when they grow, when they become when they have achievements. I know it is difficult, but let us try to do that. ഒരു അസൂയ ഒരു മാരക പാപം തന്നെയെന്ന് തിരുവനന്തപുരത്തോട് നാം ഓർക്കുകയുണ്ടായല്ലോ. പ്രിയപ്പെട്ടവരെ, നമുക്കിതിൽ നിന്നും ഒഴിഞ്ഞിരിക്കാം, നമുക്കതിൽ വീഴാതിരിക്കാം. As we understood that jealousy is a very grave sin as revealed to us in the scripture. May we guard our hearts and minds against it. ഒരു കൂട്ടു സഹോദരൻ ചെയ്യുന്ന പ്രവൃത്തി അത് ആത്മീകമോ ഭൗമികമോ എന്തുമായിക്കൊള്ളട്ടെ, അതിനെ ഓരോ വാക്കിൽ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് പലപ്പോഴും കഴിയാറുണ്ടോ? Is it possible for us to have a word of appreciation for a brother or a sister in a good work that they do, maybe it in the spiritual realm or even in the material realm? അങ്ങനെ കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായും അത് അസൂയയുടെ മറ്റൊരു പര്യായം ആണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് സ്ഥാനത്താകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. And if we are not able to do so, there is no doubt that it is the proof of the presence of jealousy in our heart. ഒരു സഹോദരൻ അല്ലെങ്കിൽ ഒരു സഹോദരി ചെയ്യുന്ന ഏത് പ്രവൃത്തിയായാലും അതിൽ നല്ല വശം കാണുന്നതിന് പകരം അതിൽ എന്തെങ്കിലും ദൂഷ്യവശം ഉണ്ടോ എന്ന് തിരയുന്ന മനസ്ഥിതിക്കാരാണോ നാം? And do we have this attitude to always look for some shortcomings in others when we see them doing something good? പ്രിയപ്പെട്ടവരെ, നമുക്കങ്ങനെ ആകാതിരിക്കാം. May we strive not to be like those. കർത്താവ് സഹായിക്കട്ടെ. May God help us. അതെ, നമുക്ക് മറ്റുള്ളവരോട് അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളോട് അസൂയലക്കൽ ആകാതിരിക്കാം. May we not be jealous towards other when we see them doing something good. ദൈവം നമ്മെ അതിന് സഹായിക്കട്ടെ. May God help us in this regard. നിരവധി പേരുടെ ജീവിതം നമുക്കൊരു പാഠമാകാൻ തിരുവചനത്തിൽ വളരെ വ്യക്തമായി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നു. The Holy Spirit has given many warnings through the lives of various people in the scripture. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. And I thank God for that. നമുക്കത് വായിക്കാം, ജീവിതത്തിൽ പാഠമാക്കാം. And this may be a warning for us in our lives. കയീന്റെയും ഹാബേലിന്റെയും ജീവിതം ഞങ്ങൾക്കൊരു പാഠമായി തന്നതിനാൽ ദൈവത്തിന് സ്തോത്രം. Let's thank God for giving the life of Cain and Abel as an example, as a warning for us in our lives. അവിടുത്തെ ഹിതപ്രകാരം സ്നേഹത്തിലും ഐക്യമത്തിലും പരസ്പരം കരുതിയും സ്നേഹിച്ചും വ്യാജഭാവം വെടിഞ്ഞും മുന്നോട്ട് പോകാൻ കർത്താവ് നമ്മെ തുടർന്നും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. May God help us in His will to have that concern, care, love, and not be driven by jealousy among one another in our lives. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ സഹായിക്കട്ടെ. May God help us through these words. Let us close in prayer. Our gracious God, Almighty Heavenly Father, we thank you, Father, for this morning. Thank you, Father, for helping us to plan worship this morning. We have to remember to the evidence on the table and the scripture and the songs concerning our Savior, Lord Jesus, and the price that was paid for our redemption. Father, we thank you once again for helping the Lord to speak to us from the scripture concerning the life of Cain and Abel. Father, we thank you for the warning to us this morning, Lord, that we ought not take the jealousy, sin of jealousy, lightly in our lives, Lord, for it has been the foundation which led to grave sins, grave acts of sins, as we see in the life of Cain, driven by the jealousy against his brother. He did not hesitate to murder. And even though his achievements thereafter, even those were based on the mercy of God toward him, but they were all earthly. He was able to build a lot of things, but they all perished with him and the life of his descendants on the earth. On the other hand, we see the righteous Savior who was able to please God and was able to bring a sacrifice that was acceptable to God. Father, through these examples of these two brothers in our lives, help us to introspect
our own lives and our conduct with our brothers and sisters in the assembly. Whether we have this heart of jealousy, these attitude and these feelings that hinders us from rejoicing with them in their achievements, rejoicing with them when God blesses them, rejoicing with them when God uses them in the spiritual realm to glorify His name. Help us, Lord, to not be driven by that kind of a heart. Help us to humble ourselves, correct ourselves in light of what we have heard today, Lord, and to make changes in our life. And we know that, Lord, on our own, Lord, we find it difficult. But we pray for your grace this morning, that you will give it to us, that we will be able to overcome such sins in our life, and as we are reminded this morning, to lead this life and strive till the end, to lead a life as able that even when we pass away, or when those who are left, Lord, when we look at our lives and say that He lived for the glory of God. Father, we thank you once again for this time. Thank you for helping us to speak to us this morning. Be with us for the rest of the afternoon, and we pray for all the meetings. We help us to have a good time of fellowship as well. We pray to ask this prayer in the matchless name of the Lord and our Savior Lord Jesus Christ. അനുഗ്രഹത്തോടെ ഇപ്പോ മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ. മനസ്സലിവുടയ മഹോന്നത പരനെ വന്ദനം നിനക്കാമേ.